ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടിൻപുറങ്ങളിൽ നല്ല പട്ടണങ്ങളിലായാലും ചില സ്ത്രീകൾ നല്ല ധൈര്യശാലികളായിട്ട് ജീവിക്കുന്നത്. ആ നല്ല ധൈര്യശാലികളായി ജീവിക്കുന്ന സ്ത്രീകളെ തന്നെ ചിലർ പറയുന്നും കേട്ടിട്ടുണ്ട്, എന്താണ് അവളുടെ ഒരു ധൈര്യം, അവൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടില്ലേ, നല്ല ധൈര്യശാലി തന്നെ. എന്തായാലും അത് പറയുമ്പോൾ മനസ്സിലൊരു ചെറിയൊരു കുശുമ്പോട് കൂടിയാണ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ പല ആൾക്കാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ധൈര്യശാലി എന്ന് പറയുന്ന ഈ സ്ത്രീ, അവൾ ഒറ്റപ്പെട്ട സ്ത്രീയാവും മിക്ക സ്ത്രീകളും അങ്ങനെ ധൈര്യശാലികളാവുന്നത് ഒറ്റപ്പെട്ട സ്ത്രീകളായിട്ടാണ്. ഭർത്താവ് മരിച്ചിട്ടോ ഭർത്താവ് ഇല്ലാതെ കണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ടുള്ള സ്ത്രീകളാവും ഇങ്ങനെ ഒറ്റപ്പെട്ട് ധൈര്യശാലികളായി വരുന്നത്. അപ്പോൾ ഈ ധൈര്യം അവർക്ക് എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ് അവർക്ക് ധൈര്യം കൊടുക്കുന്നത്. നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല, നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല എന്നൊക്കെ വരുമ്പോൾ, അവൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിൽ വരുമ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് അവൾക്കൊരു ശക്തി വരിക, മനസ്സിൽ നിന്ന് ഒരു വല്ലാത്തൊരു ശക്തി അവൾക്ക് ഉണ്ടാവുകയാണ്. ആ ശക്തിയാണ് അവളെ ഒറ്റയ്ക്ക് നയിക്കാൻ പ്രാപ്തിയാക്കുന്നത്. അപ്പോൾ ആ ശക്തി അവളെ ഒറ്റയ്ക്ക് നയിക്കാൻ പ്രാപ്തിയാക്കി തീർക്കുകയാണ്. അത് ഏതൊരു സ്ത്രീക്കും ഉണ്ട് ശരീരത്തിൽ അങ്ങനത്തെ ഒരു ശക്തി. അവരൊക്കെ ഒറ്റപ്പെട്ട് പോകുമ്പോഴേ ആ ശക്തി അവർക്ക് പുറത്ത് വരുള്ളൂ. പക്ഷേ അങ്ങനെ ആരും ഒറ്റപ്പെട്ട് പോവാതെ കണ്ടിരിക്കട്ടെ. അതാണ് എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു സ്ത്രീ എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സ്ത്രീ ആവണം. മറ്റുള്ള ഒറ്റപ്പെട്ട സ്ത്രീകളെ പോലെയൊന്നും ആരും ആവരുത്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട സ്ത്രീനെ കാണുമ്പോൾ അവർക്ക് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, ഭയങ്കര ധൈര്യശാലി തന്നെ, എങ്ങനെയാണ് അതിനൊക്കെ പറ്റണത് ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ധൈര്യം വരുന്നത് അവളുടെ ജീവിതം ഒറ്റയ്ക്കാക്കി അവളെ ഈ ധൈര്യത്തിലേക്ക് എത്തിക്കുകയാണ് ആ ജീവിതം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ഈ ധൈര്യം വരുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുക. അങ്ങനത്തെ ഒരവസ്ഥ ഈ പറയുന്ന ആർക്കും വരാതിരിക്കാനും വിചാരിക്കുക. അല്ലാതെ കണ്ട ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാവും ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അവരുടെ കുടുംബം ഒറ്റപ്പെട്ടു പോയി ആരാ നോക്കുക? ആരും നോക്കില്ല. പിന്നെ മരിക്കാൻ ഏതൊരാൾക്കും പറ്റും മരിക്കാൻ. ജീവിക്കാനാണ് ധൈര്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ടത്, ജീവിച്ച് കാണിക്കേണ്ടത്. അല്ലാണ്ട് ഓടിച്ചെന്ന കുട്ടീനെയും കൈ പിടിച്ചിട്ട് കിണറ്റ് ചാടാനോ റെയിലിൻ്റെ മുകളിൽ പോയി തലവെക്കാനോ ഒരു നിമിഷ നേരത്തെ ശക്തി മതി. പക്ഷേ ജീവിക്കണമെങ്കിൽ ആ ജീവിതം മുഴുവൻ തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അതിനൊരു കരുത്ത് തന്നെ വേണം നമുക്ക്. ആ കരുത്ത് ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്ക് അവർ സ്വയം ആർജിച്ചെടുക്കുന്നതാണ്. അവരുടെ ജീവിതത്തിന് അവർക്ക് കിട്ടുന്നതാണ് ആ കരുത്ത്. അപ്പോൾ ആ കരുത്തായിട്ടുള്ള സ്ത്രീകൾ ജീവിക്കുമ്പോൾ അവരേനെ എന്താ പറയുക, കുറ്റങ്ങളൊന്നും പറയാതെ കണ്ട് അവരേനെ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും, ആരായാലും. ഓക്കേ.